ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. അപ്പോൾ 5 ദിവസമായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുതിയൊരു അമ്പലം ഉണ്ടാവുന്നതിൻ്റെ അവിടെയുള്ള പൂജാ കർമ്മങ്ങളും പൂജാ ചടങ്ങുകളും 5 ദിവസമായിട്ടുള്ള പരിപാടിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഇന്ന് ഉച്ചവരത്തോണ്ട് തീർന്നു. ഉച്ചവരെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയോടുകൂടി പ്രസാദ ഊട്ടും കഴിഞ്ഞ് അവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ചു. ഒരുപാട് ചടങ്ങുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകമൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3 മണിയോടുകൂടി വീട്ടിലെത്തി. ഞാനും ഉണ്ണേട്ടനൊക്കെ പോയിരുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ണേട്ടൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് ഇന്ന് ഉണ്ണേട്ടൻ ഉണ്ടായിരുന്നു. മറ്റേ ഈവനിങ്ങിൽ പ്രോഗ്രാമിനൊക്കെ ഉണ്ണേട്ടൻ വരാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ പകലും പങ്കെടുത്തായിരുന്നു. പിന്നെ ഇന്നലെ ഈവനിങ്ങിലും അവിടെ നല്ല ആഘോഷങ്ങളായിട്ട് നടത്തിയിരുന്നു. പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് കുറേ പൂജാവിധികളും പൂജാകർമ്മങ്ങളും കുറേ ചടങ്ങുകളും തന്ത്രിമുഖ്യന്മാരുടെ കാർമ്മികത്വത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. നമ്മൾ കാണാത്തയും കേൾക്കാത്തയായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളായതുകൊണ്ട് അതിലൊക്കെ പരമാവധി പങ്കെടുക്കാൻ ശ്രമിച്ചു. രാവിലെ നേരത്തെ തുടങ്ങും. ഗണപതി ഹോമം മുതൽ തുടങ്ങും രാവിലെ. അപ്പോൾ അതിലൊക്കെ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ ശ്രമിച്ചു, പങ്കെടുത്തു. അതിൻ്റെ ഒരു സന്തോഷവും സമാധാനം രണ്ടും ഉണ്ട് കേട്ടോ. സന്തോഷമുണ്ട്, കൂടെ സമാധാനമുണ്ട്. കാരണം ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും അധികം കാണാൻ കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒരുപാട് നമ്മളെ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരെയും കാണാൻ സാധിച്ചില്ലേ. പിന്നെ ദേവി എന്നും അമ്പലത്തിൽ പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെയൊന്നും ആവില്ല. എൻ്റെ ജീവിത രീതി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ടും എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. ദിവസവും പിന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദങ്ങൾ കഴിക്കുക, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇന്നിപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ മഹാഗണപതി ഹോമമാണ് കേട്ടോ ദിവസം രാവിലെ നടക്കുന്നത്. അപ്പോൾ ഈ 5 ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമാണ് മഹാഗണപതി ഹോമത്തിൻ്റെ. നമുക്ക് അവിടുന്ന് കഴിക്കാം. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ നക്ഷത്രവും പേരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം ഗണപതി ഹോമം കഴിക്കുമ്പോൾ അതിന് തരുന്ന പ്രസാദമാണിത്. നമുക്ക് അവിടുന്ന് ഈ പ്രസാദം അവിടുത്തെ കഴിക്കാനും തരും. പിന്നെ നമുക്കിങ്ങനെ എല്ലാവർക്കും പാക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ അവിടുന്ന് വരുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും കഴിക്കുന്നുണ്ട്, വഴിപാടായിട്ട് കഴിക്കുന്നുണ്ട്. അമ്പലം ഉണ്ടാവാം, അമ്പലത്തിലേക്കും പിന്നെ ഇങ്ങനെയൊക്കെ വലിയ വരുമാനങ്ങളും ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് മഹാഗണപതി ഹോമത്തിലൊന്നും എന്നും പങ്കെടുക്കാൻ ഏതമ്പലത്തിൽ ചെന്നാലും ചിലപ്പോൾ അതിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്കും അത് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം മഹാഗണപതി ഹോമം തൊഴുന്നത് തന്നെ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ വലിയൊരു പുണ്യം ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതുവരെ നടന്ന ചടങ്ങുകളൊക്കെ അത്തരത്തിലുള്ള ചടങ്ങുകളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒന്നും അങ്ങനെ ഒരു ചടങ്ങിലൊന്നും ഏതൊരു അമ്പലത്തിൽ പോയാലും സാധിക്കുന്ന കാര്യമല്ല അത്തരം ചടങ്ങുകളൊക്കെ. അപ്പോൾ അതൊക്കെ ദിവസവും പോയി പങ്കെടുത്തു. ഇനി ഇതിൻ്റെ കഠിന പായസം ദിവസമുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് പാൽപ്പായസം, കഠിന പായസം ഒക്കെ ദിവസവും അമ്പലത്തിൽ നിന്ന് പിന്നെ കഴിക്കാറുണ്ട്. കഠിന പായസമൊക്കെ വീട്ടിലേക്കും കൊണ്ടുവരാനുണ്ടാവാറുണ്ട്. നമ്മൾ ദിവസം കൊണ്ടുവരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കുറേ ദിവസം ഇരിക്കും കേടുകൂടാതെ. അതിൽ കഠിന പായസം എന്ന് പറയുമ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറേ ദിവസം അത്രയും തിക്കായിട്ടുള്ള പായസമാണ്. കൽക്കണ്ടം, മുന്തിരി അതൊക്കെ ചേർത്തിട്ടുള്ള പായസമാണ്. ശർക്കര പായസം, കഠിന പായസം എന്ന് പറയുമ്പോൾ ശർക്കര പായസമാണ്. കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കേടുവരില്ല. അപ്പോൾ അത് ശബരിമലയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അരവണ പോലെയൊക്കെയുള്ള അങ്ങനത്തെ പായസമാണ്. കേടുവരാതെ കുറേ ഇരിക്കും. ഇതിൽ കൽക്കണ്ടം, മുന്തിരി ഒക്കെ ചേർത്തിട്ടുള്ള അങ്ങനെ ഉണ്ടാക്കുന്നത് പായസം. ഇതൊക്കെ അമ്പലത്തിലെ ഭഗവതിക്കുള്ള പ്രധാന വഴിപാടുകളിലുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ദിവസം അവിടെ പോകുമ്പോൾ കഴിക്കണതുമാണ്. പിന്നെ നമുക്ക് വഴിപാട് കഴിക്കുമ്പോൾ കിട്ടുന്നതുമാണ് ശർക്കര പായസം. ശർക്കര പായസം അല്ല, കഠിന പായസം. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്.
പിന്നെ കുറച്ച് ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു. ഇവിടെ ഇനിയും കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഗൾഫിലേക്ക്, എൻ്റെ അനിയനും വൈഫും ഗൾഫിലാണ്, അപ്പോൾ ദുബായിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഠിന പായസം അവർക്കും പാക്ക് ചെയ്തിട്ട്, അവരുടെ ഒരു കസിൻ പോകുന്നുണ്ട്, അവളുടെ ഒരു കസിൻ ഗൾഫിലേക്ക് പോകുന്നുണ്ട്. അവരുടെ അടുത്ത് ഏകദേശം കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഠിന പായസം കൊടുത്തയച്ചിട്ടുണ്ട്. അയാൾ അവിടെ എത്തുമ്പോഴേക്കും അവർ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മറ്റേ ഫ്ലാറ്റിൽ പോയിട്ടോ വാങ്ങിക്കോളും. അതുകൊണ്ട് കേട് വരില്ല, കുറേ ദിവസം ഇരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വരെ ഞാൻ ആ പ്രസാദം കൊടുത്തയച്ചു. കാരണം ഇപ്പം ഈ ഒരു പൂജ നടന്നതിൻ്റെ ഒപ്പം അവർ പോകാൻ നിൽക്കുകൊണ്ട് അവർക്കും അനിയനും വൈഫിനും കൂടെ ഈ പ്രസാദം കിട്ടും. അവർ കൊടുത്തയച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അവർ കൊണ്ടുപോകണേ ഉള്ളൂ. പിന്നെ അവനെ പറ്റിക്കാൻ വേണ്ടി വേറെയും കുറേ സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇനി വേറെ അയ്യപ്പൻ്റെ കുറച്ചപ്പുറത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ താലപ്പൊലി ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പായസ ചലഞ്ച് വെച്ചിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് അതിന് ചലഞ്ചിൽ ചേരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ പാലട പായസമാണ് അവർ ചലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്പലത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടെയൊക്കെ വന്നിട്ട് അവർ അതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു ചലഞ്ചിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും അതിൽ കൂടി. അപ്പോൾ നമുക്ക് ഒരു പാലട 1 ലിറ്റർ പാലടയാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അവർ വീട്ടിലെത്തിച്ചിട്ടോ, നമ്മൾ പോയി വാങ്ങേണ്ട ബുദ്ധിമുട്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് ഇവിടെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴേക്കും ഇവിടെ സിറ്റ് ഔട്ടിൽ വെച്ച് പോയിട്ടുണ്ട് 1 ലിറ്റർ പായസം പാലട. ഇനി കാണിക്കാം കേട്ടോ. ശരിക്കും കാണിക്കാം. അപ്പോൾ പാലട പായസം 1 ലിറ്റർ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ടൊന്ന് വന്നു പോയി. അപ്പോൾ ഞാൻ അവനൊരു ഗ്ലാസ് കൊടുത്തതാണ്. ഇതിൽ ഫുള്ളായിട്ട് ഈ പാത്രം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു ഗ്ലാസ് കഴിച്ചു. ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് കഴിച്ചതുകൊണ്ട്, ഞങ്ങളുടെ അടുത്ത അമ്പലത്തിൽ നിന്ന് പാൽപ്പായസവും കഠിന പായസമൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല. അപ്പോൾ അതിരിക്കട്ടെ. അവന് ശർക്കര പായസം കഠിന പായസം കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ പുതിയ അമ്പലം തുടങ്ങണതിൻ്റെ അവിടുന്ന് കിട്ടിയ കഠിന പായസമാണിത്. അപ്പം പാലട പായസം, കഠിന പായസം, ശർക്കര പായസം ഇല്ലേ, എല്ലാ പായസം കൂടെ കുടിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് പിന്നെ പഞ്ചസാര പായസം അല്ലെങ്കിൽ പാൽപ്പായസം, ഇത് പാലടയാണ്. മറ്റേ അമ്പലത്തിൽ നിന്ന് കഴിച്ചത് പാൽപ്പായസമായിരുന്നു. പഞ്ചസാര പായസം എന്നും പറയാം, പാൽപ്പായസം എന്നും പറയാം. അരി കൊണ്ടുണ്ടാക്കണ ആ പായസമായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്ഥിരം ശർക്കര പായസം, പാൽപ്പായസം ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കണം അമ്പലത്തിൽ പോകുന്നുണ്ട്. രാവിലെയും വൈകിട്ടും പോണതുകൊണ്ട് വൈകുന്നേരത്തും പ്രസാദങ്ങളുണ്ട്, പായസമുണ്ട്, പിന്നെ നേദ്യം ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്നും കഴിക്കും, ചിലപ്പോൾ വീട്ടിലേക്കും കൊണ്ടുവരും. പിന്നെ ഗണപതി ഹോമൊക്കെ സ്ഥിരം ഉണ്ടാവുകൊണ്ട് അതൊക്കെ സ്ഥിരം ചീട്ടാക്കി വഴിപാട് കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രസാദം ദിവസമുണ്ട്. അവിടെ നിന്ന് കഴിക്കും. ഇവിടേക്ക് നമുക്ക് കഴിച്ചതിന് അവിടുന്ന് എല്ലാവർക്കും പ്രസാദമായിട്ട് കിട്ടും. ഇവിടെ പിന്നെ നമ്മൾ വഴിപാട് കഴിച്ചതിന് കിറ്റാക്കിയിട്ട് അവർ നമുക്ക് തരുകയും ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്പലത്തിലെ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് പ്രസാദത്തോട് കൂടിയിട്ട് അവിടുത്തെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. എത്രയും വേഗം ഒരു ദേവീക്ഷേത്രം ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനിയിപ്പോൾ വന്ന് ഇനി ഈവനിങ്ങിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.